ദിയയും അശ്വിനും മറച്ചു വെച്ചിരിക്കുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതെ, എല്ലാവരെയും പറ്റിച്ചുകൊണ്ടായിരുന്നു സെപ്റ്റംബർ 5-ാം തീയതി ഇവർ വിവാഹം നടത്തിയത് എന്ന് പറയാം. കാരണം ഇവർ നേരത്തെ തന്നെ താലി കെട്ടിയിരുന്നു എന്നതാണ് വരുന്ന വാർത്ത. അശ്വിന്റെ ആചാരപ്രകാരം ഒരു വിവാഹം നേരത്തെ അമ്പലത്തിൽ വെച്ച് നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വീഡിയോയിൽ തന്നെ ദിയ അറിയിക്കുന്നത്. ദിയയും അശ്വിനും ഇപ്പോൾ വിവാഹത്തിന് ദിവസങ്ങൾക്ക് ശേഷം എല്ലാ ബഹളങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞ പാർട്ടിക്കും ശേഷം ഇപ്പോൾ റീലിലൂടെ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നു. ദിയയുടെ കഴുത്തിൽ മംഗൾസൂത്ര അണിഞ്ഞുകൊണ്ട് അശ്വിൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ വർഷമേ ഞങ്ങൾ വിവാഹിതരായി എന്നാണ് ദിയ പറയുന്നത്. ദിയയും അശ്വിനും അമ്പലത്തിലെത്തി മംഗൾസൂത്ര ഉപയോഗിച്ച് വിവാഹം കഴിച്ചു എന്നും നിയമപ്രകാരം മാത്രമാണ് സെപ്റ്റംബർ 5-ാം തീയതി വിവാഹം നടത്തിയത് എന്നുമാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഞെട്ടുകയാണ്. വായിക്കുന്ന ഓരോ പ്രേക്ഷകരും അവരുടെ ഞെട്ടൽ കമന്റ് ബോക്സിൽ കാണിക്കുന്നു. എല്ലാവരെയും എല്ലാ കാര്യവും ബോധിപ്പിക്കണമെന്നില്ല. നാട്ടുകാരെ കാണിച്ചല്ല വിവാഹം കഴിക്കണമെന്നുമില്ല. നേരത്തെ വിവാഹം കഴിച്ചു, എല്ലാവരെയും കാണിക്കാൻ ഇപ്പോൾ വിവാഹം കഴിച്ചു, ഇങ്ങനെയാണോ ദിയ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയുള്ള കമന്റുകളെല്ലാം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ദിയ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോൾ റീലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരുടെയും വിചാരം ഞങ്ങൾ സെപ്റ്റംബർ 5-ാം തീയതിയാണ് വിവാഹം കഴിച്ചതെന്ന്. എന്നാൽ കഴിഞ്ഞ വർഷമേ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് ഞങ്ങൾ പരസ്പരം വാക്കു കൊടുത്തിരുന്നു എന്നാണ് ദിയ ഇപ്പോൾ പറയുന്നത്. ഇതിൽ ഒരു അമ്പലത്തിൽ വെച്ച് ദിയയുടെ കഴുത്തിൽ അശ്വിൻ മാല ചാർത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് ദിയയുടെ വ്ളോഗിൽ ഇതേ ഡ്രസ്സും ഇതേ അമ്പലവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ പ്രേക്ഷകർ കണ്ടെത്തുന്ന മറ്റൊരു കാര്യം, ഈ വിവാഹത്തിന് അശ്വിന്റെ വീട്ടുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും അവിടെ ആ സാന്നിധ്യം അറിയിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ എല്ലാവരും ഞെട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ദിയയും അശ്വിനും പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് അടിസ്ഥാനം തന്നെ ഇതാണ്. ഇവർ രണ്ടുപേരും കാത്തിരുന്ന് പങ്കുവച്ച വീഡിയോ ആണിത്. ഇതിനെക്കുറിച്ച് ദിയയ്ക്കും അശ്വിനും പറയാനുള്ളതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ദിയ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാകില്ലേ വീട്ടുകാർക്ക്? എന്തിനാണ് ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്? ഇതെന്താണ് സംഭവം? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു. അശ്വിന്റെ രീതിയിൽ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തിയതാണ് എന്ന് മാത്രമാണ് ആരാധകർ പറയുന്നു. എന്നാൽ ഇത് എന്താണ് സംഭവമെന്ന് താമസിയാതെ തന്നെ വ്ളോഗിലൂടെ ദിയ എല്ലാവരെയും അറിയിക്കും. അതുകൊണ്ട് ആരും അങ്ങനെ പേടിക്കണ്ട എന്ന് പറയുന്നു. അച്ഛനെയും അമ്മയും ധിക്കരിച്ച് താലി കെട്ടുന്ന ഒരു മകളായിരിക്കില്ല ദിയ. ഇതെന്തെങ്കിലും ചടങ്ങ് പ്രകാരം നേരത്തെ വിവാഹം കഴിച്ചതായിരിക്കാം. ഒരുപക്ഷെ അതായിരിക്കാം സംഭവമെന്ന് സോഷ്യൽ മീഡിയ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണമെന്നില്ലല്ലോ. അവരുടെ വിവാഹം അവരുടേതായത് തന്നെ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നിരവധി പേർക്ക് അറിയാവുന്ന ഒരു വാർത്തയായി മാറുകയാണ് ദിയയുടെയും അശ്വിന്റെയും നടന്ന വിവാഹം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.